11 വർഷമായി ഇറക്കറന്റ് ഫോളിപ്പ് എന്ന അസുഖത്തിൽ നിന്നും കർത്താവ് പൂർണ്ണമായി വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് റെക്കറന്റ് ഫോളിപ്പ്. ആയിരത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു പ്രശ്നമാണത്. ആ അസുഖത്തിൽ നിന്നും കർത്താവ് വിടുവിച്ച ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ്. അസുഖം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും നമുക്കൊരു നല്ല കൈയടി കൊടുക്കാൻ കർത്താവിന്. എന്തോ അസുഖം റെക്കറന്റ് ഫോളിപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മെഡിസിൻ ഇല്ലാതെ മെഡിസിൻ എപ്പോഴും കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. മെഡിസിൻ എപ്പോഴും കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. എന്തോ അസുഖം എന്തുവാ? മൂക്കിൽ ദശ ഇങ്ങനെ ഒരു എന്താ ഗ്രേപ്സിൻ്റെ ഇതുപോലെ ഇങ്ങനെ കുറെ കൂട്ടായിട്ട് വരും. അപ്പം അത് ഒരു 3 പ്രാവശ്യം സർജറി ചെയ്തു. ലാസ്റ്റ് സർജറി ഫുള്ള് റൂട്ടോടെ എടുത്ത് കളഞ്ഞായിരുന്നു. പക്ഷെ മെഡിസിൻ നിർത്തിയാൽ വീണ്ടും വരും. സ്പ്രേയും ഒരു ടാബ്ലറ്റും ഉണ്ട്. അപ്പോൾ അത് രണ്ടും എപ്പം നിർത്തുമോ അപ്പം വീണ്ടും വരും. അപ്പോൾ വളർന്നിട്ട് തൊണ്ടയിൽ വന്ന് അടയും. അത് വളർന്ന് വലുതാവുമ്പോൾ തൊണ്ടയിൽ വന്ന് അടയും. ഈ മൂക്കിലുണ്ടാകുന്ന ഒരു മാംസം വളർച്ച ഉണ്ടാവുക, അത് ആ പോളിപ്പ് ഒരിക്കലും മാറത്തില്ല. അതിന്റെ വേരോട് എടുത്ത് കളഞ്ഞിട്ടും മരുന്ന് കഴിക്കണം. മേരോട് പറിച്ചു കളഞ്ഞിട്ടും അതുണ്ടായി. അതിനതുകൊണ്ട് മരുന്ന് കഴിച്ചോണ്ടേ ഇരിക്കണം. അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു. മരുന്ന് സ്റ്റീറോയിഡാണ്. അപ്പം നമുക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് വരാം. അപ്പം നിർത്തി. അപ്പം പിന്നെ ഞാൻ ലാസ്റ്റ് ആറ്റിങ്ങലിലെ നാട്ടിലെ ഉണർവ് പ്രോഗ്രാം ബ്രദർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കോമൺ ആയിട്ട് ഞാൻ ഓൺലൈൻ കണ്ടാണ്. അപ്പോൾ ഇങ്ങനെ അലർജി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഫുൾ എനിക്ക് തുമ്മലായിരുന്നു. നിർത്താതെ തുമ്മി. അങ്ങനെ അത് പുറത്ത് വന്നു. ആ പോളിപ്പ് തനിയെ പുറത്തു വന്നു. പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല. എഴുന്നേറ്റ് ഒരു നല്ല കൈയടി കൊടുക്കാം നമുക്ക്. കണ്ടിന്യൂസ് ആയി മരുന്ന് കഴിക്കേണ്ട സ്ഥലത്ത് നിന്ന് താൻ മരുന്ന് കഴിക്കുന്നില്ല എന്നാ പറയുന്നേ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയാം. ഇത് നമ്മൾ ആരും ചെയ്തതല്ല, ദൈവം ചെയ്തതാണ്. ഒന്ന് ചോണയായി കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ. അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 12 വർഷത്തോളമായിട്ട് സിസ്റ്റർ ഒരു റിലേറ്റീവുമായിട്ട് പിണക്കത്തിലായിരുന്നു. എന്നാൽ 3 ആഴ്ച മുൻപ് ഇവർ തമ്മിൽ ഒരുമിച്ചു. വീണ്ടും അടുക്കുവാൻ ക്യാൻസർ മാറാനൊക്കെ വലിയ കാര്യമോ? ഒന്ന് കൈയടിക്കാൻ പറയാം. എന്ന് 12 വർഷമായിട്ട് പിണങ്ങിയിരുന്ന ഫാമിലി ആയിട്ട് അവരടുത്തു. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ. ദാറ്റ് ഇസ് ഗ്രേറ്റ്. അത് കർത്താവിന്റെ ഗുണമാണ് കേട്ടോ. ആമേൻ.